ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എവിടെ മക്കളെ എല്ലാവരും? നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഇന്നിപ്പോൾ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ക്യാമറ സ്റ്റാൻഡൊക്കെ ആയിട്ട് വന്നതാണ് കിച്ചണിൽ. നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്കിന് മുകളിലായില്ലേ. ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് 8-9 ദിവസമായി. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉമ്മി ഉപ്പി ഉമ്രക്ക് പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത്. അൽഹംദുലില്ലാ, ഈ ഡിസംബർ 25-ന് ഉമ്മി ഉപ്പിയും മക്കയിൽ എത്തിയിട്ടുണ്ട്. ആദ്യം ഉമ്ര നിർവഹിച്ചു. ഒക്കെ റാഹത്തായിരുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഞാൻ ഉമ്മാൻ്റെ അടുത്തും ഉപ്പാൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ അവരെ രണ്ടുപേരെയും വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ പുതിയൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ആരാന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ അത് രാവിലെ തന്നെ ഇന്നിപ്പോൾ നീർദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അഗാറോൻ്റെ ആ വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുട്ടെടുത്തപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ദോശ തന്നെയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ലേ. ഏകദേശം ഒരു 1 വീക്ക് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് ഈ ഒരു ഓയിൽ ബ്രഷിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആ വാളിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പേസ് റാക്കിൻ്റെ ലിങ്കും. അപ്പോൾ ആ 2 പ്രൊഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രാവിലെ കോഴികളെ തുറന്നു വിടായിട്ട് അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ തുറന്ന് വിടാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കയ്യിൽ തീറ്റ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ അവരെ തുറന്ന് വിടുന്നതിന് മുന്നേ ആ തീറ്റ ആ കല്ലിൽ കൊട്ടിയിട്ട് പിന്നെയാണ് കേട്ടോ വന്ന് തുറന്ന് വിടാറ്. അതല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ കൂടെ എൻ്റെ ദേഹത്തേക്ക് പാറി കയറും. എനിക്കാണെങ്കിൽ ഇപ്പോഴും പേടി മാറിയിട്ടില്ല കേട്ടോ. ഇവരെ ആ വലിയ കോഴിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കൂടെ നന്നായിട്ട് ഓടി വരും. കയ്യിൽ എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ ഓടി വരും കേട്ടോ. വലിയവർക്ക് ഒരു സൈഡിലും ചെറിയ കുട്ടികൾക്ക് മറ്റേ സൈഡിലായിട്ട് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആ വലിയ കോഴികൾ ചെറിയ കോഴികൾക്ക് ഒന്നും കൊടുക്കൂല കേട്ടോ. അവറ്റങ്ങളെ കൊത്തി ആട്ടി വിടും. എന്നാൽ തന്നെ 2 സൈഡിലും ഇട്ട് കൊടുത്താലും ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും നിന്നിട്ട് ചെറുതിട്ടുങ്ങളെ ആ ഭാഗത്ത് കടുപ്പിക്കാണ്ട് നോക്കും കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്തതിന് ശേഷം പിന്നെ അതാ ഇന്നിപ്പോൾ നീർദോശയ്ക്ക് ചട്നിയാണ് ആക്കുന്നത്. അപ്പോൾ ചട്നിക്കുള്ള തേങ്ങ ചിരവാണ്. ഈ പാന് അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചട്ടിയിൽ ചുടുന്ന ദോശൻ്റെ ഇരട്ടി വലുപ്പമാണ് കേട്ടോ ഈ ഒരൊറ്റ ദോശക്ക്. അതുകൊണ്ട് ഒരുപാട് ദോശ ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ വറ്റൽമുളകും ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ്. രാവിലെ തിരക്കിട്ട് ജോലികൾ തീർക്കാനുള്ളൊരു തത്രപ്പാടിനടക്കുക ഈ ഒരു അവസ്ഥ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഒരുവിധം വീട്ടമ്മമാരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നെൻ്റെ കൂടെ കൂട്ടിന് വീഡിയോ ചെയ്യാൻ വേറൊരാളും കൂടെ ഉണ്ട് എന്നുള്ളത്. അത് വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ അഫിക്കുട്ടിയാണ്. അഫിക്കുട്ടി ഇവിടെ വീട്ടിൽ വിരുന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ പാടെ തന്നെ ഒരു നേരെ കിച്ചണിലോട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫിക്കുട്ടി എൻ്റെ അടുത്ത് ഓടി വരും കേട്ടോ. കാരണം ഓനെ എടുത്തുകൊണ്ട് ജോലി ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ഓനക്ക് എൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കി കാണാനാണ്. ഇവിടെ കിച്ചൺ ടാക്കൊക്കെ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് കുറച്ച് ഹൈറ്റ് കുറച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഫിക്ക് താഴെ നിന്നിട്ട് വേഗം ആ ഒരു സ്റ്റൗവിലൊക്കെ തൊടാനെത്തും. ഒരിക്കൽ അവന് വന്നിട്ട് നേരെ ചൂടുള്ള ഒരു പാത്രത്തിൻ്റെ സൈഡിൽ തൊട്ടപ്പോൾ ചെറുതായിട്ട് എൻ്റെ വിരലൊന്ന് പൊള്ളിപ്പോയി. അതിനുശേഷം പിന്നെ ഈ ഒരു പരിസരത്തേക്ക് വരാൻ ആൾക്ക് നല്ല പേടി കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരും, പക്ഷേ ഗ്യാസിൽ തൊടാനൊന്നും നോക്കൂല. അഫിൻ്റെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു നീർദോശ മാത്രമേ കഴിക്കാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. വേറെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതായത് ഈ ഒരു ഇടിയപ്പം, ഇഡ്ഡലി, പുട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ആൾക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ നൈഷുക്കുട്ടി എണീറ്റിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ അവളെ ഉണർത്താൻ വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ കയ്യും പിടിച്ചിട്ട്. എനിക്ക് രാവിലെ ആരെങ്കിലുമൊക്കെ ഉറങ്ങി കിടക്കുന്നത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, ആദ്യം പോയിട്ട് ഓരെ ഉമ്മ വെക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ട് കൂടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ഓൻ്റെ അടിയും കുത്തും ബഹളമൊക്കെ. പിന്നെ ഓരെ കുത്തി അടിച്ച് എണീപ്പിക്കൂട്ടോന്.
സോനുക്കാക്ക് മദ്രസ വിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോറ് തുറന്ന പാടന്നെ ആഫിക്കുട്ടിൻ്റെ മുഖം കണ്ടപ്പോൾ സോനുവിന് ഭയങ്കര സന്തോഷമായിക്കൊണ്ട് കേട്ടോ. അതേപോലെ ആഫിക്കും തന്നെ കേട്ടോ ഇവരെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. ഓൻ എപ്പോഴും അവിടെ വീട്ടിൽ തനിച്ചല്ലേ, അവിടെ വേറെ കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവരെ കൂടെ ഇങ്ങോട്ട് വരണം കേട്ടോ. കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ അത് കഴിക്കാൻ മയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ സൗണ്ട് കേട്ടപ്പോൾ അത് വേഗം ഓടിപ്പോയി. ഞാൻ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓനെ എടുത്തോണ്ട് ചെയ്യണം. അതാണ് ഓനക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓനെ എടുത്തോണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനും. ഓനങ്ങനെ തട്ടിക്കളയേ അല്ലെങ്കിൽ അത് വാങ്ങിക്കേ അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒക്കെ തിരുത്തി കഴിഞ്ഞാൽ ഒതുങ്ങിയിരുന്നോളും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചായ കൂടിയാണ്. അതിനിടക്ക് അനുവിനെയും സോനുവിനെയും നെയ്ഷുവിനൊക്കെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് വെച്ചിട്ട് മൊത്തത്തിൽ വൈകിപ്പോയി. ഇന്നിപ്പോൾ അഫിക്കുട്ടിൻ്റെ കൂടെ കൂടിയിട്ട് ബസ് കുറച്ച് സമയം മക്കളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നെ ഊട്ടാണ് കേട്ടോ അഫി. ഓൻ എന്തെങ്കിലുമൊക്കെ വായിൽ വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അണ്ണാക്കിക്ക് വെച്ച് തരും കേട്ടോ. ഓൻ്റെ കൈ മൊത്തത്തിൽ നമ്മളെ വായിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അണ്ണാക്കിക്ക് വെച്ച് തരും. എന്നിട്ട് അത് ഓൻ തന്നെ എടുക്കും കേട്ടോ. അതാണ് ഓൻ്റെ പരിപാടി. അങ്ങനെ എന്നെ ഊട്ടിയും ഞാൻ ഓനെ ഊട്ടിയും ഒക്കെ കൂടെ ഞങ്ങൾ ചായ കൂടി അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹഫിക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഹഫിക്കുട്ടിൻ്റെ അമ്മച്ചി അവിടെ ഉള്ളടിച്ചുകാരെയും തുടക്കുകയും ചെയ്യാൻ നിന്നിട്ടുണ്ട്. ആനിക്കുട്ടി ചെറുതാകുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ സ്കൂട്ടി. അത് പിന്നെ നൈഷുക്കുട്ടിൻ്റെ കളിയും കഴിഞ്ഞ് അഫിക്കും കൂടെ ഉപയോഗിക്കാൻ ബാക്കിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ പറ്റൂല കേട്ടോ, ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റൂല. ഇപ്പോൾ ഈ ഒരു സ്കൂട്ടിയിൽ കയറി ഇരുന്നാൽ പിന്നെ നമ്മൾ അവനെ ഉന്തിക്കൊണ്ട് നടക്കണം. പിന്നെ ഇവിടെ ഈ ഒരു ഗേറ്റിൻ്റെ ഭാഗത്ത് സ്ലോപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉന്തി വിട്ട് കഴിഞ്ഞാൽ അത് തനിയെ പോയിക്കോളൂ കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചു വാരും അതിനിടക്ക് അഫി ഒന്ന് വിളിക്കുന്നേ ഓനെ ഉന്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തും കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരുന്നു. അഫിൻ്റെ കൂടെ കൂടിയിട്ട് ഇവിടെ ഈ ഒരു മുറ്റടിക്കാൻ മാത്രം 1 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴേക്കും നാത്തൂൻ്റെ അടിച്ചുവാരലും തുടക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ക്ഷീണം മാറ്റാൻ ഒരു ജ്യൂസ് ആവാം. അപ്പോൾ ഹഫിക്കുട്ടിയാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നേരത്തെ കൊണ്ടുവന്ന ഒരു തണ്ണിമത്തൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് ആക്കണത്. അഫിക്ക് തണ്ണിമത്തന് വല്ലാണ്ട് വയറിന് പിടിക്കൂല. അപ്പോൾ അവനക്ക് ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് നമ്മുടെ അഗാരോൻ്റെ പോർട്ടബിൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലെൻഡറിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ പിന്നെ അതിൽ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് അതിൻ്റെ കുരും പിന്നെ ആ തൊലിയും എല്ലാം ഒരുമിച്ച് നന്നായിട്ട് അരഞ്ഞു കിട്ടും. മുമ്പ് ഞാനിത് കാണിച്ചപ്പോൾ 1-2 കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുരും വേസ്റ്റൊക്കെ എവിടെ പോയി എന്നുള്ളത്. അതൊക്കെ ഒരുപോലെ അടിഞ്ഞു കിട്ടും കേട്ടോ, വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് അടിച്ച പാടെ തന്നെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, കയ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പ് വരും കേട്ടോ, കാരണം കുരൊക്കെ ഒരുമിച്ച് അടിഞ്ഞിട്ടിട്ടുള്ളതല്ലേ. പക്ഷെ ഓറഞ്ച് ജ്യൂസ് നമ്മുടെ അഫിക്കുട്ടിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഓറഞ്ചിന് ചെറിയൊരു പുളിപ്പുള്ളതുകൊണ്ട് എനിക്കത് വല്ലാണ്ട് കുടിക്കാൻ കഴിയണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലെൻഡറിൻ്റെ താഴെയുള്ള ഭാഗം കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, മൊത്തം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. തണ്ണിമത്തനും എൻ്റെ വയറിന് വല്ലാണ്ട് പറ്റൂല. പക്ഷെ ഓനക്ക് അതാണ് കേട്ടോ ഇഷ്ടമായിട്ടുള്ളത്, അത് ഓന് ആർക്കും തരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു തണ്ണിമത്തന് വെച്ചിട്ടും കൂടെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് എനിക്കും നാത്തൂനും വേണ്ടിയിട്ട്. സാധാരണ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഭാഗത്ത് മടി പിടിച്ചിരിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ അഫിക്കുട്ടിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് വല്ലാത്തൊരു എനർജി. അഗാരോൻ്റെ ഈ ഒരു പോർട്ടബിൾ ബ്ലെൻഡർ ഒരെണ്ണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാൻ തോന്നും കേട്ടോ. ജ്യൂസ് മാത്രമല്ല, നമുക്ക് ഷേക്കും സ്മൂത്തിയും ഒക്കെ ഇതിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ബ്ലേഡ് നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു അഗാരോ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡർ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതാ ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ കാല് തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ. ആ കാലിൽ വിരൽ കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള സവാള തക്കാളി ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഞാനവിടെ ട്രൈപോഡിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് കണ്ടപ്പോൾ ഓനിതാ നേരെ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇപ്പോഴാട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അരിയൊക്കെ ഒന്ന് അളന്നെടുക്കട്ടെ.
കൂടെ കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ നൈഷുക്കുട്ടിൻ്റെ ചെറുപ്പമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഒരു പക്ഷേ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നൈഷുക്കുട്ടി ഇതുപോലെ കിച്ചണിൽ വന്നിട്ട് എന്നെ സഹായിക്കുകയും എനിക്ക് നല്ല എട്ടിൻ്റെ പണി തരുകയും ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസിൽ കുറേ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റ് ഫീലാണ്. നൈഷുക്കുട്ടി ഇപ്പോൾ വലിയ കുട്ടിയല്ലേ, ഈ അഫിയുടെ പ്രായം തൊട്ടേ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയി ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നൈഷുക്കുട്ടിൻ്റെ ആ ചെറുപ്പം തൊട്ടിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സും നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ ഓനെ താഴെ നിർത്തുമ്പോൾ ഓനെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓൻ്റെ ട്രിക്കാണ് കേട്ടോ. ഓൻ്റെ കാല് ചൊറിയണ പോലെയൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഞാൻ കൈ നീട്ടുമ്പോൾ നേരെ വന്ന് ഓടി കയറുണ്ട് മേലേക്ക്. അഫിൻ്റെ കൂടെ കൂടിയ പിന്നെ സമയം പോണതേ അറിയില്ല കേട്ടോ. ഇന്ന് രാവിലെ എനിക്ക് ചതി പറ്റി. ഞങ്ങൾ രണ്ടാളും കൂടെ കുക്ക് ചെയ്യാൻ നിന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ നന്നായിട്ട് വൈകി. പിന്നെ ഞാനും നാത്തൂനും എല്ലാവരും കൂടെ കൂടിയിട്ട് ഷടപടയെന്ന് അങ്ങോട്ട് വിട്ടു. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണിയിലേക്കുള്ള ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു പൂമീനാണ് എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഡൗട്ട്. ആ ഒരു മീൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി പോണത്. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ബിരിയാണിക്കൊക്കെ നല്ല അടിപൊളി മീനാണ്. അതിനിടയ്ക്ക് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫിഷ് ബിരിയാണി റെഡിയാക്കുന്നത്. അതിനിടയ്ക്ക് കോഴി കൂവണ സൗണ്ട് കേട്ടപ്പോൾ അഫിക്കുട്ടി പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓന് കൈകൊണ്ട് കോഴിനൊരു വിളിയുണ്ട്. അത് ഞാൻ വിളിക്കാൻ വേണ്ടി പറയാം. പക്ഷെ അങ്ങനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഓന് വിളിക്കണില്ല. പിന്നെ ഓനക്ക് തോന്നിയാൽ ഓന് വിളിക്കുള്ളൂ കേട്ടോ. കൈ നീട്ടിയിട്ട് എന്നാന്ന് പറയും. അതാണ് കേട്ടോ ഈ പറയണത്. ഇനി ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഞാൻ മസാല റെഡിയാക്കാനുള്ള പോട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഫിഷ് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത്. സൺഫ്ലവർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. ഞാൻ ആദ്യം തന്നെ ഓർമ്മയില്ലാണ്ട് നേരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ദാ അതിനിടയ്ക്ക് നമ്മൾ അഫിക്കുട്ടി എനിക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ഇട്ട് വെക്കണ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് ആശാന് അത് കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ മിക്കവാറും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇനി ഇതുപോലെ നല്ല മീൻ കിട്ടുമ്പോൾ നല്ലൊരു ഫിഷ് ബിരിയാണിയൊക്കെ റെഡിയാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതാ ഫിഷ് അവിടെ ഫ്രൈ ആയി വന്നപ്പോഴേക്കും അരി ഇവിടെ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോഴി മുട്ട ഇട്ടതിന് ശേഷം ഒരു കൂവലുണ്ടല്ലോ, ആ സൗണ്ട് കേട്ടപ്പോൾ ഓടി വന്ന് നോക്കിയതാണ് കേട്ടോ. കാരണം ആള് കൂട്ടിലൊന്നും മുട്ട ഇടൂല. ഇതുപോലെ തൊടിയിൽ വല്ല പുല്ലും ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള അതിനിടക്ക് പോയിട്ടൊക്കെയാണ് കേട്ടോ മുട്ടയിടുക. അപ്പോൾ 1-2 പ്രാവശ്യം മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തേടി നടന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. കണ്ടോ, ഇതുപോലെ ആരും കാണാത്തൊരു സ്പേസിൽ വന്നിട്ടാണ് അത് മുട്ടയിടുക. അങ്ങനെ ദാ കോഴി മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ അഫിക്കുട്ടി ഇതിപ്പോൾ എന്താണെന്നുള്ളത് ആകാംക്ഷയോടെ നോക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ ബാക്കി നോക്കാം. അപ്പോൾ ദാ ഫിഷ് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ആ ചട്ടിയിലോട്ട് തന്നെ ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 3 നാഴി അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ബിരിയാണി റെഡിയാക്കുന്നത്. സവാള ഇതിലോട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു 5 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. സവാള നെയ്യിൽ നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വായിൽ വെച്ച് കൊടുക്കാറുണ്ടോ? അഫിക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടക്ക് ആ സാധനം നമ്മളെങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ ഇടിച്ച് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റുമോന്. സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അതുവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, കുരുമുളക് പൊടി എന്നിവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ
ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഫിഷ് നിരത്തി വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഈ ഒരു മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് കേട്ടോ ഈ ബിരിയാണി റെഡിയാക്കുന്നത്. നമ്മളെപ്പോഴും വളരെ കുറച്ചുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലായിരിക്കും. ഇനിതാ ഇതിന് മുകളിലായിട്ട് ഒരല്പം ബിരിയാണി മസാല, മല്ലിയില, പിന്നെ മിൽമ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും കൂടെ കുളിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പം ഞാൻ കുളിയും അലക്കലും കാര്യങ്ങളൊക്കെ മുകളിൽ നിന്നാണ് ചെയ്യാറ്. അപ്പോൾ അതെൻ്റെ കൂടെ അഫി വരാൻ നോക്കുന്നുണ്ട് കേട്ടോ. കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കണം. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയുടെ സ്മെല്ലടിച്ചപ്പോൾ അഫിക്കുട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ഫിഷ് ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിഷ് പെട്ടെന്ന് അടഞ്ഞു പോകും കേട്ടോ. ഇന്നിപ്പോൾ ദാ നമ്മുടെ കൂടെ ബിരിയാണി കഴിക്കാൻ ഗസ്റ്റായിട്ട് വേറൊരാളും കൂടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഓമന ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. ഓമനക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ അവിടെ താഴെ നിലത്തിരുന്ന് കഴിക്കാനേ കൂട്ടാക്കുള്ളൂ. ടേബിളിലേക്ക് ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കേ ഇല്ല കേട്ടോ. പക്ഷെ ഓള് താഴെ ഇരുന്നിട്ട് പിന്നെ എനിക്ക് ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കാൻ കഴിയൂല. അപ്പം ഞാനും താഴെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയാലേ ഓളങ്ങോട്ട് ടേബിളിലേക്ക് ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മൂന്നാളും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഓമനൊക്കെ അതിൻ്റെ മസാല എരിവ് അല്പം കൂടുതലായിരുന്നു. അവൾക്ക് അങ്ങനെ എരിവുള്ളത് കൂടുതൽ കഴിക്കാൻ കഴിയൂല. അങ്ങനെ വൈകിട്ട് ഉമ്മയും ഉപ്പയും കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉപ്പ കടയിൽ നിന്ന് നല്ല മന്തിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉപ്പ കഴിക്കണത് ഞാൻ ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഉമ്മിപ്പൊക്കെ ഉമ്രക്ക് പോണതിന് മുന്നേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ അവർ ഉപ്പാൻ്റെ പെങ്ങന്മാരെ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നതാണ്. ഇത് എൻ്റെ ഉപ്പാൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ. ഇപ്പം ലാസ്റ്റ് ഒരു വ്ളോഗിൽ ഞാൻ നൈഷുക്കുട്ടീൻ്റെ മുടിയൊക്കെ ചീക്കി കെട്ടി കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ അപ്പയാണ് കേട്ടോ. അപ്പോൾ അതാ അപ്പോൾ ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതാ അവർ ഉമ്രക്ക് പോണത് പറയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ.